ഇനി ശർക്കര പുളി ഉണ്ടാക്കാം. അതിനുള്ള എണ്ണ ഒഴിക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി ഇതിലേക്ക് ചെറുതായിട്ട് അരിയണത്. പുളി ഇഞ്ചിയിലേക്ക് നീളത്തിൽ അരിയും. ശർക്കര പുളിയിലേക്ക് ഞാൻ ഇങ്ങനെ ചെറിയ ഇതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കൽ. അതെല്ലാം നല്ല നീട്ടെടുക്കും. അപ്പം ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി അരിഞ്ഞിടാം. ഇതിൻ്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഇടുക. രണ്ട് സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് കുറച്ച് ഇഞ്ചി കൂടുതലുള്ളതുകൊണ്ടാണ് ഇടുന്നത്. ഇതിൽക്കൊരു 3/4 കപ്പ് ചെറിയ കപ്പിന് പുളിവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണം ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ അങ്ങനെ അന്ന് ഒരു 55 വർഷം മുന്നത്തെ പറയുകയാണേ. അപ്പോൾ അന്ന് ഓണത്തിന് അവർക്ക് നല്ല സന്തോഷം വരൽ ഒരു ഡ്രസ്സ് കിട്ടും. വർഷത്തിലൊരു പ്രാവശ്യമാണ് ഒരു ഡ്രസ്സ് കിട്ടുക. ചിലപ്പോൾ 2 പ്രാവശ്യം ഓണം വിഷുവിന് ഒക്കെ ആയിരിക്കും അവർക്ക് ഡ്രസ്സ് കിട്ടൽ. പിന്നെ ഭക്ഷണം നല്ലപോലെ ചോറൊക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം നല്ല സന്തോഷമായിരിക്കും. ഇന്ന് എല്ലാവർക്കും എല്ലാ ദിവസവും ബിരിയാണി നെയ്ച്ചോറൊക്കെ അല്ലേ. അപ്പോൾ അന്നത്തെ ഓണം ഇന്നത്തെ ഓണം തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഞാൻ ഉലുവയും അരിയും കൂടി പൊടിച്ച് കുറച്ച് കൂട്ടണുള്ളൂ. കുറച്ച് കട്ടിക്കും ടേസ്റ്റിനും കൂടിയാണ്. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ് കേട്ടോ. ഇതിന് 3/4 കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കുക. പിന്നെ എനിക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരിതാണ്. ശർക്കര പുളി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിന് ഞാൻ എന്ത് ഒഴിക്കുള്ളൂ. കാരണം എനിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട്. എനിക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എരിവിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അതിന് ഉപ്പിട്ടിട്ടില്ല. കുറച്ച് ഉപ്പ്. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ. ഇത് നമ്മളെ ശർക്കരപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഓണത്തിന് പൂക്കളൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന കാലം. അന്ന് മേടിക്കൂല. ഒരു സ്കൂൾക്ക് വരുമ്പോൾ തന്നെ കൊട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് മുടങ്ങിയിട്ട് ആ സമയത്ത് അമ്മമാർ കൊട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പൂവ് പറിച്ചെടുക്കാനുള്ള നല്ല ഭംഗിയുള്ള കൊട്ടയായിരിക്കും. അത് ഓലോട് മുടങ്ങിയിട്ട് 2-3 കൂടി ചേർന്നിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ അച്ചാറുകളൊക്കെ എടുക്കുന്ന പാത്രമില്ലേ, 3 എണ്ണമൊക്കെ കൂടിയിട്ടുള്ള അതേപോലെ ഭംഗിയിൽ നല്ല മോഡലൊക്കെ ആക്കി ഇതാക്കിയിട്ട് കൊണ്ടുവരും കുട്ടികൾ.
അപ്പം ഞങ്ങളൊക്കെ കൂടും ആ സമയത്ത്. പിന്നെ പൂ പറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി തൊടിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് ആരെ പറമ്പിലായാലും കുഴപ്പമില്ല, കയറി ഞങ്ങൾ പൂവൊക്കെ പറിച്ച് അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരെ വീട്ടിൽ പോയിട്ട് പൂവിട്ടത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകും, പൂവിട്ടത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ പോലെ പല തരം പൂക്കളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് അവർ നല്ല ഉഷാറാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടാവും, കുട്ടികൾ തന്നെ ഇട്ടിട്ടുണ്ടാവും. അത് കാണാനൊക്കെ പോകും. നല്ലൊരു സന്തോഷമുള്ളൊരു കാലമായിരുന്നു അന്ന്. ഇന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലല്ലോ, ഒക്കെ ഓരോ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഓണങ്ങളായി. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കൊണ്ടുവരലായി. ഇങ്ങനെയൊക്കെ ഒരു കാലങ്ങൾ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഒരുപാടുണ്ട്. പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. നല്ലൊരു സ്നേഹമുള്ളൊരു കാലമായിരുന്നു അന്ന്. ഒരു വർഗീയത ഒന്നുമില്ല, നല്ലൊരു സ്നേഹം, എല്ലാവരും മനുഷ്യർ ഒന്നാണെന്നുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഇത് അന്നുണ്ടായിരുന്നു. എന്നും എല്ലാം ഉണ്ട്, ഇല്ല എന്ന് പറയല്ല, പക്ഷെ എന്നാലും അന്നത്തെ ഒരു വല്ലാത്തൊരു സന്തോഷമുള്ള കാലം തന്നെ.